അള്ളാഹുവിൻ്റെ ഹബീബ് ഇന്ന് വന്ന് നമ്മളെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അവിടെ നിസ്കാരമില്ല, നോമ്പുമില്ല, സക്കാത്തുമില്ല, ഹജ്ജുമില്ല, പെണ്ണുങ്ങളുമില്ല, മാപ്പിളയില്ല, ആരോടില്ല. ഇതിനെ ഇനി എന്താ പറയണ്ടത്? ഈ ഹദീസ് മുഹദ്ദിസുകൾ ഉദ്ധരിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഉത്തരം കൊടുക്കൽ നിസ്കാരത്തെ മുറിക്കുകയില്ല എന്ന് ഇതിൽ നിന്ന് ഫുഖഹാ ലക്ഷ്യം പിടിച്ചു. ആ വ്യക്തി എന്തിലായിരിക്കവേ നിസ്കാരത്തിലായിരിക്കും, മുറിക്കണമെന്ന് ആവശ്യമില്ല. ഞാൻ വരട്ടെ, ഞാൻ ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക അനഫി സ്വലാത്തി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താവൂല, നിസ്കാരം മുറിയില്ല. നിക്കാഹ് കഴിച്ച് കെട്ടിയിട്ട് കൊണ്ടുവന്ന് പെരയിലാക്കിയിട്ട് പെണ്ണുങ്ങൾ, ഒരു പെണ്ണ്, ആ പെണ്ണിനെ സ്വന്തം ഭാര്യ, ആ സ്വന്തം ഭാര്യ എൻ്റെ ഒപ്പം ഇന്ന് കിടക്കരുതെന്ന് പറയാൻ അർഹതയുള്ള ഒരൊറ്റ മനുഷ്യൻ ലോകത്തുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിടന്നിട്ടില്ല. ഇനി എന്താ അതിൽ ആയത്തുണ്ടോന്ന് ചോദ്യമല്ല അവിടെ. അങ്ങനെ അള്ളാഹിൻ്റെ ആയത്തിറങ്ങിയെന്ന് അവിടെ ചോദ്യമല്ല. അങ്ങനെ ചോദിച്ചു കഫ്രവും അത് പറയാം. നിങ്ങളാരാ അള്ളാഹിൻ്റെ ആയത്തേറ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ സ്വഹാബി അപ്പം ആരാവും? അപ്പം കാഫറാവും. ഞങ്ങായി അള്ളാഹ് റസൂലിനോട് ആയത്ത് ചോദിച്ചാൽ ഈ സ്വഹാബിയാണ്. കഅബ് ബിൻ മാലിക്കിനോട് ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ച, നേരിട്ട് പറഞ്ഞതുമല്ല, ആളെ പറഞ്ഞയച്ചു. അവനോട് ഇന്നു മുതൽ അവൻ്റെ പെണ്ണുങ്ങളൊപ്പം കിടക്കണ്ടെന്ന് പറയുന്നു. നമ്മൾ നിക്കാഹ് ചെയ്ത് മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്ത് ഭാര്യയാക്കി കൊണ്ടുവന്ന ഒരാൾ, ഒരു ഭാര്യ, അവളൊപ്പം കിടക്കരുതെന്ന് പറയാനുള്ള അവകാശം ബാപ്പാക്കില്ല, ഉമ്മാക്കില്ല. ഉണ്ടോ? പറയടോ, ഉമ്മാക്കുണ്ടോ? ഓളൊപ്പിച്ച് കിടക്കരുതെന്ന് പറയാൻ അവകാശം ഉമ്മാക്കുണ്ടോ? ഇല്ല. ഉമ്മ അങ്ങനെ പറഞ്ഞാൽ നമ്മളൊന്നും മിണ്ടൂല, നമ്മളോടൊപ്പം നടക്കും. നമ്മളൊന്നും മിണ്ടൂല. ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ആയിക്കോടമ്മേ, അങ്ങനെ അമ്മക്ക് അങ്ങനെ ആയിക്കോടമ്മേ, ആയിക്കോടമ്മേ അറിയും. എന്നിട്ട് ഉമ്മ ഉറങ്ങണ വരെ നമ്മൾ പുറത്ത് കിടക്കും. ഉമ്മയോട് ഉറങ്ങി കഴിഞ്ഞാൽ നമ്മളുള്ളൂ പോകും. എന്തുകൊണ്ട്? അത് പറയേണ്ട അവകാശം ഉമ്മക്കില്ല. നിമ്മാനോട് തല്ലുണ്ടാക്കാൻ നോക്കൂല. അങ്ങനെ പറയാനൊരു അവകാശം ഉമ്മാക്കില്ല. മൻ അഹഖു ബിഹുസ്നി സ്വഹ്ബതി, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മുസ്തഫ നബി പറഞ്ഞത് ഉമ്മക്ക സുമ്മമൻ ഉമ്മക്ക സുമ്മമൻ ഉമ്മക്ക സുമ്മമൻ അബാക്ക. അങ്ങനെ 3 വട്ടം അധികാരം കൊടുത്തമ്മയാണ്. ആ ഉമ്മാക്ക് നീ നിന്റെ ഭാര്യയോടുകൂടെ കിടക്കരുതെന്ന് പറയാനുള്ള അവകാശം ഇല്ല. അതേസമയത്ത് മുസ്തഫ നബിക്കുണ്ട്. എന്തേ? അതിൻ്റെ മേലെ ഒരാളില്ല. അതാണ് നബി ഞാൻ യുഹദ്മൽ ബന്ധം. ഇന്നിപ്പോൾ നബി നമ്മളെ ഗ്രാമത്തിലില്ല എന്നല്ലേ ഉള്ളൂ. ഇന്ന് നബി നമ്മളെ ഗ്രാമത്തിലുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ് നമ്മൾ നടക്കുമോ? കിടന്നാലിച്ച് കഫറായില്ലേ? നബിയെ നിസ്സാരപ്പെടുത്തിയാൽ, നബിയെ നിസ്സാരപ്പെടുത്തിയ കഫറായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ധിക്കരിച്ചാൽ മനസ്സിലാവില്ല പറഞ്ഞ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ധിക്കരിച്ച കഫറായി. തൻ്റെ ഷഹ്വത്ത് മറികടന്നാൽ കടുത്ത ഹറാം. തൻ്റെ ഷഹ്വത്ത് മറികടന്നുകൊണ്ട് നബി പറഞ്ഞതിനെതിരെ ചെയ്താൽ കടുത്ത ഹറാം. നബി നിസ്സാരപ്പെടുത്തി ധിക്കരിച്ചാൽ കഫറാവും ചെയ്യും. എന്നാൽ ഈ അവകാശം ഉമ്മാക്കില്ല. ഉമ്മാക്കാകട്ടെ ഏറ്റവും വലിയ ബന്ധമാണ്. അത്രയും വലിയ അവകാശം. പക്ഷെ ഇതിന് അവകാശമല്ല. നബിക്ക് പകരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരാളില്ല, ഒന്നുമില്ല. നിസ്കാരവും നബി നോക്കിയ വലിയ ആളാരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹ് രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. ഒരുപാട് മുഹദ്ദിസുകൾ, ഒരുപാട് മുഹദ്ദിസുകളും സൂഫികളും സ്വാലിഹീങ്ങളും ഈ ഹദീസ് പല സ്ഥലത്ത് തെളിവിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ റസൂൽ ഉബയ്യെ എന്ന് നബി വിളിച്ചു. ഫലം യുജിബ്, ഉത്തരം കൊടുത്തില്ല. ഫലമ്മ ഫറഗ മിൻ സ്വലാത്തിഹി, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഓടി വന്നു ഉബയ്യ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ആരാന്നറിയാം? ചെറിയ ആളിൻ്റെ വലിയ ആളാണ്. വലിയ ആൾ എന്നാണ് നിങ്ങൾക്കറിയില്ലേ? അമറനി റബ്ബി അൻ അഖ്റ അലൈക സൂറത്തുൽ അലഖ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വസമ്മാനി റബ്ബി നഅം സമ്മാക റബ്ബുക, വസമ്മാനി റബ്ബി നഅം സമ്മാക റബ്ബുക, വസമ്മാനി റബ്ബി നഅം സമ്മാക റബ്ബുക. ഇതാണ് ഉബയ്യ്.
നിനക്ക് ഇഖ്റ ബിസ്മി ഓതിത്തരാൻ അള്ളാഹു എന്നോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബിന് റളിയല്ലാഹു അൻഹു ഖുർആൻ പ്രത്യേകിച്ച് ഓതി കൊടുക്കാൻ വേണ്ടി അലഖ് സൂറത്ത് ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പുണ്യ റസൂൽ മുസ്തഫ. അപ്പോൾ ഉബയ്യന് അത്ഭുതം. അവസമാനി റബ്ബി, റബ്ബിന്റെ പേര് പറഞ്ഞു നബിയെ. നഅം സമ്മക റബ്ബുക, റബ്ബ് പേര് പറഞ്ഞു. പിന്നെ ചോദിച്ചു അവസമാനി റബ്ബി, ഉബയ്യനെ തന്നെ പറഞ്ഞു നബിയെ. നഅം സമ്മക റബ്ബുക, റബ്ബ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരെന്നെ പറഞ്ഞു. പിന്നെ ചോദിച്ചു ഒരാളെ പേര് റബ്ബ് പറയാന്ന്, അതിൻ്റെ വലുപ്പത്ര എത്രയാ? സമ്മാനി റബ്ബി, അവസമാനി റബ്ബി, റബ്ബിന്റെ പേര് പറഞ്ഞു നബിയെ. നഅം സമ്മക റബ്ബുക. ആ ആളാണ് ആര്? ഉബയ്യ് ഇബ്നു കഅബ്. പക്ഷേ പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ഉബയ്യ് ഇബ്നു കഅബിൻ. ഉബയ്യ് ഇബ്നു കഅബിനെ ഒരിക്കൽ നബി വിളിച്ചു. ഓഹോ ഫി സ്വലാത്തി, നിസ്കാരത്തിൽ. ഫലം യുജിബ്, നിസ്കാരത്തിലായതുകൊണ്ട് അവർ ഉത്തരം കൊടുത്തില്ല. സ്വാഭാവികല്ലേ? എനിക്ക് നബി മനസ്സിലാക്കാൻ തോന്നി. നിസ്കാരം ഞങ്ങൾ റസൂലിലേക്ക് കേട്ട നീ അത് ക്ലിപ്പാക്കി വിട്ടണ. എന്ത് നിസ്കാരം നോപ്പര് പറഞ്ഞിട്ടുണ്ട്, എന്ത് വതിരിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയിലേക്ക് ചേർത്ത എന്ത് വതിരിയങ്ങൾ? നബിക്ക് പെട്ടോണ്ടല്ലേ വതിരിയങ്ങൾ. എന്ത് അത്ര തന്നെ അതിന് അന്തം പാടണം. നമ്മൾ അന്തത്തിൽ ആലോചിക്കണത് മനസ്സിലായില്ലേ? ഉബയ്യ് നിസ്കാരത്തിലാണ്. ഫലം യുജിബ്, ഉത്തരം കൊടുത്തില്ല. നിസ്കാരം വീട്ടിയ സലാം വീട്ടിയപ്പോൾ അജാബ, ഓടിച്ചെന്ന് ഉത്തരം കൊടുത്തു. ഫഖാല ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബ നബി ചോദിച്ചു, മാ മനഅക അൻ തുജീബനി, എന്തെനിക്ക് ഉത്തരം തരാഞ്ഞു? ഞാൻ കുറച്ച് നേരമായിട്ടല്ലോ അയൽ വിളിച്ചിട്ട്. ഖാല, അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, കുന്തു ഉസല്ലി യാ റസൂലല്ലാഹ്, ഞാൻ നിസ്കരിക്കുന്നു നബി. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലം തസ്മഅ ഖൗലഹു തആല ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹു റസൂലിനെ വിളിച്ചാൽ ഉടനെ ഉത്തരം കൊടുക്കണം എന്ന് കേട്ടിട്ടില്ലേ? എന്ത് നിസ്കാരം എന്നർത്ഥം? അങ്ങനുണ്ട്. എന്നല്ല മനസ്സിലായില്ല. നിസ്കാരത്തിലില്ല, സാരമില്ല. അങ്ങനെയാണോ? നിങ്ങൾ നബി ആരാന്ന് മനസ്സിലാക്കട ചങ്ങായി. ഇനി ഇതിൻ്റെ അപ്പുറത്ത് എന്താ പറയുന്നത്? ഞാൻ നിസ്കരിക്കുന്ന നബി, നബിനൊക്കെ സാരമില്ല, ഞാൻ എന്തേലും ഉത്തരം കുതരാത്തെന്ന് വിചാരിച്ച്. അങ്ങനെയാണോ? അല്ല. അലം തസ്മഅ ഖൗലഹു തആല, അല്ലാഹു തആല പറഞ്ഞ വാക്ക് കേട്ടിട്ടില്ലേ? ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹു റസൂലിനെ വിളിച്ചാൽ ഉടനെ ഉത്തരം കൊടുക്കണം. കേട്ടിട്ടില്ലേ? ആരോടാ പറയുന്നത്? അള്ളാഹു പലവട്ടം അള്ളാഹു തആല പേര് പറഞ്ഞ് വിളിച്ച സഹാബിയായ ഉബയ്യ് ഇബ്നു കഅബിനോട് ആര് പറഞ്ഞ്, ഹബീബാ റസൂലുള്ളാഹി, നീ നന്നായി നാശകം നടക്കണ്ട, നീ വലിയ ആൾ തന്നെയാണ്, നല്ലോൻ തന്നെ, പക്ഷെ നീ നാശകം നടക്കണ്ട, എന്നോട് കളിച്ചാൽ നാശവും. മനസ്സിലാണ്ട് പറഞ്ഞത്. അലം തസ്മഅ ഖൗലഹു, ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസ് എത്ര മുഹദ്ദിസുകളാണ് ഇത് ഉദ്ധരിച്ചതെന്ന് കയ്യും കണക്കില്ല. എന്തിന് ഫുഖഹാക്കൾ ഉദ്ധരിച്ചു? ഫഇന്ന ഇജാബത റസൂലി ലാ തഖ്തഉ സ്വലാത്ത്. നിസ്കാരത്തിലായിരിക്കവേ അതേ നബി ഞാൻ നിസ്കാരത്തിലാണ്, ഇപ്പൊ വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താവില്ല, നിസ്കാരം മുറിയില്ല. ഫഇന്ന ഇജാബത റസൂലി ലാ തഖ്തഉ സ്വലാത്ത്. റസൂലുള്ളാഹിക്ക് ഉത്തരം കൊടുക്കൽ നിസ്കാരം മുറിക്കുകയില്ല. എന്തുകൊണ്ട്? നിസ്കാരത്തിനേക്കാളും വലിയ ആളാണ് ആര്? റസൂലുള്ളാഹി. ആ അമ്മച്ചിയാണല്ല, എന്ത് ആ അമ്മച്ചി എന്നാണ് കഴിഞ്ഞ്, ആ വാപ്പച്ചിയാണ് കഴിഞ്ഞ്. ആ റസൂലുള്ളാഹി ഞാൻ വരട്ടോ നിസ്കാരത്തിലാണ്, എന്താവില്ല, നിസ്കാരം മുറിയില്ല. നിങ്ങൾ ആരാണ് മനസ്സിലാക്കുക? മനസ്സിലാണ് പറഞ്ഞത്. മസ്ജിദിൽ ഹറാമിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ, അപ്പോഴാണ് എന്തായത്, ഞാൻ കാബന്റെ അടുത്ത് പോയിട്ടില്ല, ആ കാബ ഞാൻ പോരട്ടോ എന്നാൽ നിസ്കാരം മുറിയും. ആ നബി ഞാൻ പോരട്ടോ പറഞ്ഞാൽ നിസ്കാരം മുറിയില്ല. എന്ത്? അതിൻ്റെ മേലെ ഇനി ഒരാളും മഖ്ലൂക്കായില്ല, പിന്നെ ഖാലിഖായ റബ്ബ, അത്രേ ഉള്ളൂ.
ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. നീ എന്തെന്ന് കേൾക്കണ്ടേ? അപ്പൊ എൻ്റെ നോമ്പല്ല വലുത് റസൂലിലേക്ക് തിരിയാതെ നോമ്പ് വെച്ചാൽ ഇത് ഭൗതിക പ്രവൃത്തിയാണ്. ഇത് യഥാർത്ഥ നോമ്പ് വരുന്നില്ല. ഇത് റസൂലിലേക്ക് തിരിഞ്ഞു. എൻ്റെ കമ്മി ഉണ്ടെങ്കിൽ റസൂൽ മതി, അത് പരിഹരിക്കും. റസൂലിനെ പരിഗണിക്കാതെ നോമ്പ് വരുന്നയാൽ റസൂലിനെ പരിഗണിക്കാത്ത ഒന്നുമില്ല. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഹജ്ജ്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ലബ്ബൈക്ക് ചൊല്ലിയ 3 വട്ടം ചൊല്ലിയ സ്വലാത്തിലും നബിനെ പരിഗണിക്കാതെ പോലെ. ഇത് പഠിക്കണം. ഇത് വിശ്വാസമാണ്. നമ്മൾ വിശ്വാസമാണ്. നബി ഇപ്പം നമ്മളെ വിളിച്ചില്ല, നബി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഈ വിശ്വാസം കർമ്മം ഉണ്ടായോ ഉണ്ടായില്ലെന്നല്ല, എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. കർമ്മം ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ സുബഹിന്റെ ശേഷം സൂര്യൻ ഉദിച്ചുയർന്നിട്ട് സൂര്യൻ അവിടെയാണ് നിന്നു. മനസ്സിലായി? സൂര്യൻ അവിടെ നിന്നിട്ട് സൂര്യൻ പിന്നെ പൊങ്ങിയില്ല, ഒരു കുഴപ്പമില്ല. നിസ്കരിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു വിശ്വാസം ഉണ്ട് വേണം. എന്ത്? അത് പോയിട്ട് അത് മദ്യത്തിലെത്തി ഒന്ന് തെറ്റിയാൽ നിസ്കാരം എനിക്ക് നിർബന്ധമാണെന്ന് വിശ്വസിക്കണം. മനസ്സിലായില്ലേ? ഇത് എന്നതുപോലെ നബീനെ ഇപ്പൊ നമ്മളെ മുന്നിലില്ല, നബി നമ്മൾ വിളിച്ചിട്ടില്ല, കുഴപ്പമില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഇന്ന് വന്ന് നമ്മളെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ നിസ്കാരമില്ല, നോമ്പുമില്ല, തക്കത്തില്ല, ഹജ്ജില്ല, പെണ്ണുങ്ങളുമില്ല, മാപ്പിളിയില്ല, ആരോടില്ല. ഇതിനെ ഇനി എന്താ പറയണ്ടത്? ഈ ഹദീസ് മുഹദ്ദിസുകൾ ഉദ്ധരിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഉത്തരം കൊടുക്കൽ നിസ്കാരത്തെ മുറിക്കുകയില്ല എന്ന് ഇതിൽ നിന്ന് ഫുഖഹാ ലക്ഷ്യം പിടിച്ചു. ആ വ്യക്തി എന്തിലായിരിക്കവേ, നിസ്കാരത്തിലായിരിക്കും, മുറിക്കണമെന്ന് ആവശ്യമില്ല. ഞാൻ വരട്ടെ, ഞാൻ ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക അന ഫി സ്വലാത്തി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താവൂല? നിസ്കാരം മുറിയില്ല. പിന്നെ അവിടെ എന്ത്? റസൂലിനെ വിളിച്ചിട്ട് പിന്നെ അവിടെ നിസ്കാരം. എന്തിന്റെ മേലെ റസൂലാണ്? റമളാൻ മാസം നോമ്പിന്റെ മേലെ റസൂലല്ലേ? പച്ചപ്പകലിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞ് റസൂലിന്റെ വെള്ളം കൊണ്ടിരുന്നാണ്. വെള്ളം കൊണ്ടുവന്നു, നബി വെള്ളം കുടിച്ചു, സിദ്ദീഖിന് കൊടുത്തു, വെള്ളം കുടിച്ചു. ഏതാ മാസം? ഒന്ന് നോക്കിയും കൂടി ഇല്ല, അവിടെ കൊടുത്തു, വെള്ളം കുടിച്ചു. അല്ല നബി, ഇത് നിങ്ങളെ മറന്നുകൊണ്ട് കുടിച്ചതാണോ? ചോദ്യമല്ല. നിങ്ങൾ മറന്നിട്ടാണോ? ഇപ്പം നമ്മൾ നോമ്പിലാണല്ലോ, നിങ്ങൾ മറന്നീനോ? ആ ചോദ്യം അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു ചോദ്യം അവിടെ ഇല്ല. നബി മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തി കൂടി മറക്കും? നബി മറക്കാലോ? മറവീന്നത് നബിക്കുണ്ടാവാലോ. നബി അങ്ങനെ മറന്നാൽ, ഓട്ടോമാറ്റിക്കലി മറന്നാൽ നമ്മൾക്ക് എന്തി കൂടി മറക്കും? എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് അന്ന് റമദാനായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ എന്നാ ഞാൻ അറിയാതെ കുടിച്ചാണല്ലോ എന്ന് നബി അറിയാണെങ്കിൽ നമ്മൾ അറിഞ്ഞു കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കുടിച്ചാൽ നമ്മൾ നോമ്പ് അറിയില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യലാണ്? അത്തിയുള്ളാഹ അത്തിയ റസൂൽ ഭയപ്പെട്ടതാണ്. അങ്ങനെ ഒരാൾ ഇനി ലോകത്തില്ല, റസൂലേ ഉള്ളൂ. അപ്പൊ നോമ്പല്ല പ്രധാനം, നോമ്പിന്റെ മേലാണ് ആര്? റസൂൽ. ആ വിശ്വാസം ഇന്ന് മുസ്ലിമീങ്ങൾക്കില്ല. ആ വിശ്വാസം ഇന്ന് മുസ്ലിമീങ്ങൾക്കില്ല. നണ്ടോശുണ്ട്, നല്ല ശല്യ, ഭൂരിപക്ഷത്തിനില്ല. സുന്നികളൊക്കെ തന്നെ, പക്ഷെ ഉള്ളിലില്ല. എനിക്ക് റസൂലുള്ളാഹിന്റെ മേൽ അത് ഖലീലിനേ ഉള്ളൂ. അതിലൊക്കെ വഹാബിയത്ത് നമ്മളെ മറികടന്നു കഴിഞ്ഞു. ഇത് ദീന് പൊളിഞ്ഞാടാനാവുമ്പോൾ സംഭവിക്കുന്നതാണ്. ഈ ലാഹിരി കാര്യങ്ങളിലാണ് കൂടുക. ഇത് നല്ലതല്ലേ? നല്ലതാണ്. എന്തുണ്ടെങ്കിൽ നല്ലതാണ്. അസിലുണ്ടെങ്കിൽ നല്ലതാണ്. തുണി ഉടുത്താൽ എൻ്റെ തൊപ്പി നല്ലതാണ്. ഇവിടെ തുണി എടുക്കും, കുപ്പായിടാതെ അരഞ്ഞാച്ചാൻ്റെ വരെ കെട്ടാതെ തൊപ്പിട്ടോന്ന് വെച്ചാൽ എന്നെ പിരാന്താന്നല്ലേ പറയാം. എനിക്ക് തുണിയോ കുപ്പായോ പാൻറ്റോ ഉണ്ടായിട്ട് തൊപ്പിട്ട എനിക്ക് സുന്നത്താണ്. തുണിയില്ലാതെ തൊപ്പിട്ടാൽ എനിക്ക് പിരാന്താണ്. ഇപ്പൊ മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷത്തിനും പിരാന്താണ്. ഇത്തരം പിരാന്ത്. അസിലിനെ പറ്റി ഒരു ചിന്തയില്ല.
ഹബീബ റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞു. അവിടെ ഇരുന്ന് വെള്ളം ചോദിച്ചു, കുടിച്ചു. സിദ്ദീഖിന് കൊടുത്തു, റളിയല്ലാഹു കുടിച്ചു. ഉമർ ഇബ്നു ഖത്താബിന് കൊടുത്തു, കുടിച്ചു. ആരെങ്കിലും ഒന്ന് പറഞ്ഞോ എന്ത്? നമുക്ക് റമദാനല്ലേ എന്ന് ഒരാൾ പറഞ്ഞില്ല. വെള്ളം അങ്ങനെ കുടിച്ചു പോയി. നഞ്ഞു പോകുക എന്ന് പറഞ്ഞു. എണീറ്റ് പോകുമ്പോൾ ആരോ വന്ന് പറഞ്ഞു, കുറച്ച് ആളുകൾ ബാക്ക് കുടിച്ചിട്ടില്ല. ഓഹുമുൽ ആസൂൻ, അവർ ദോഷികളാണ്. ആരവ് ദോഷി? ഓഹുമുൽ ആസൂൻ, അവർ ദോഷികളാണ്. ആരപ്പ ദോഷിയാരാ? അള്ളാഹ്പ്പെട്ടിട്ട് പറ്റൊരു ദോഷികളാണ്. എന്ത്? അള്ളാഹ് എന്നോട് പറഞ്ഞില്ലല്ലോ. അള്ളാഹ് പറഞ്ഞ നബിയോടല്ലേ? അള്ളാഹു പറഞ്ഞത് എന്നോടല്ലല്ലോ. അള്ളാഹ് പറഞ്ഞത് ആരോടാ? റസൂലുള്ളാഹിനോടല്ലേ? റസൂലുള്ളാഹിനെ വലിയ ഇളകി. റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടിട്ട് നബി മറന്നാണ്ടാണ് വെള്ളം കുടിച്ച് നോക്കുക. എന്നിട്ട് മറക്കാതെ കെതി കൂട്ടി കുടിച്ചാൽ 10,000 കൊല്ലത്തെ നോമ്പിന്റെ മേലുണ്ടാവും. എൻ്റെ ആ നോമ്പ് മുറിയല്. കാരണം വഴിപ്പെട്ട് തരക്കാം. റസൂലുള്ളാഹിനെ ചിന്തിച്ച് അന്ന് വൈകുന്നേരത്തിന് നബി മരിച്ചാൽ അന്നെ ഏറ്റിട്ടാണ് ബഹുമാനപ്പെട്ട റഹ്മത്തിന്റെ മലക്ക് സുഹൃത്ത് കൊണ്ടുപോകുക. കാരണം ആരാളാ? നോമ്പിന്റെ ആളല്ല. ആരാളാ? റസൂലുള്ളാഹിന്റെ ആളാ. അതേ സമയത്ത് നോമ്പിന്റെ ആളെ പറ്റി എൻ്റെ നബി പറഞ്ഞത് ഓഹുമുൽ ആസൂൻ, അവർ ദോഷികളാണ്. എന്താ പറഞ്ഞു വർത്താനം? ഇനി എന്താ വർത്താനം പറയാനുള്ളത്? ഒക്കെ റസൂൽ, എല്ലാം റസൂലുള്ളാഹിനെ പറഞ്ഞൊന്നുമില്ല. ഈ ബോധാണ് മുൻഗാമികളെ മൗലൂദ് ഓതിപ്പിച്ചതും നബി. പിന്നെ നബിയെ പറ്റി എപ്പോഴും പറയാൻ അവര് തെദ്വീൻ ചെയ്തൊരു സംഗതി ഉണ്ടാക്കിയതാണ് മൗലൂദിന്റെ തവ. ഏത് സദസ്സ് നബി പറയണം. എല്ലാവർക്കും തോന്നി പറയാൻ പാടില്ലല്ലോ. അതിന് തെദ്വീൻ ചെയ്തത് കൃത്യാക്കി. അങ്ങനെയാണ് മൗലിദുകളൊക്കെ ഉണ്ടായത്. അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എന്തിനാണ് മൗലിദിന്റെ കിതാബുകൾ ഉണ്ടാക്കി? എന്താ ഫിഖിന്റെ കിതാബുകൾ ഉണ്ടാക്കി? തോന്നിയതുപോലെ അമൽ ചെയ്യാൻ പാടില്ല. അപ്പൊ ഫിഖിന്റെ കിതാബ് ഉണ്ടായി. നിസ്കരിക്കൽ നിർബന്ധമാണ്. കിതാബ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ തോന്നിയതുപോലെ ഓരോരുത്തർ നിസ്കരിക്കും. പിൽക്കാലത്ത് അസ്ർ നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നിസ്കാരത്തെ പറ്റിയുള്ള ഫിഖിന്റെ കിതാബ് ഉണ്ടാക്കിയത്. നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ നിസ്കാരം പിന്നെ നിസ്കരിക്കുക ഓരോരുത്തർക്ക് തോന്നിയ മാതിരി നിസ്കരിക്കും. അതേ സമയത്ത് അതിൻ്റെ ഒരു കിതാബ് ഉണ്ടായപ്പോൾ അത് വ്യവസ്ഥയായി. ഇതന്നെ മൗലൂദ്. ഏത് സദസ്സിലും ആരെപ്പറ്റി പറയണം? റസൂലുള്ളാഹിനെ പറ്റി പറയണം. പിൻഗാമികൾ ഓർക്ക് തോന്നിയതൊക്കെ പറഞ്ഞാൽ അത് പിന്നെ നബിയെ പറ്റിയാവൂല. നബിക്ക് ഇല്ലാത്തതായിരിക്കും. നബിക്കുള്ളത് ഒരു പറയില്ല. അപ്പൊ ഇതിന് വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്? മൗലൂദ്. അത്രയേ ഉള്ളൂ. അതിനെ തിന്നാണ്ടാക്കിയതെന്നാ പറഞ്ഞുണ്ടാക്കിയത്. മതികൾക്ക് ഈമാൻ നഷ്ടപ്പെടാൻ ഓരോന്നിനും വ്യവസ്ഥ ഉണ്ടാക്കണം. നമ്മളൊരു പാർട്ടി ഒരു മുദ്രാവാക്യം ഒരു സമ്മേളനം ഒരു ജാഥ നടത്തുകയാണെങ്കിൽ പാർട്ടി തന്നെ നേരത്തെ തന്നെ വരും. സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കുന്നതല്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. എന്തെങ്കിലും ഓരോക്ക് തോന്നിയതൊക്കെ വിളിക്കും. അത് മതിയാവും ആ പാർട്ടി കോടതി കയറാൻ. അതൊരുത്ത പിടിച്ചിട്ട് കോടതി കൊടുത്താൽ പാർട്ടി വിറ്റിൻ്റെ പ്രസിഡന്റ് വിറ്റേന്ന് ജയിലിൽ അടക്കപ്പെടും ഓരോരുത്തർ. മനസ്സിലായോ? അപ്പൊ എന്തിനാ വ്യവസ്ഥ ഉണ്ടാക്കിയത്? അത് ഇന്നാടിന്റെ മുദ്രാവാക്യമേ ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പാർട്ടിന്റെ താല്പര്യമാവില്ല, ഓരോരുത്തരും താല്പര്യവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളിത് ചിന്തിക്കും. ഇതന്നെ മൗലിദ് എങ്ങായി? അള്ളാന്റെ റസൂലിനെ പറ്റി പറയാത്തൊരു സദസ്സുണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിന് വ്യവസ്ഥപ്പെടുത്തണം. മൗലിദിന്റെ തവ് അങ്ങനെ ഉണ്ടാക്കിയത്. ഷറഫുൽ അനാമി, ബുർദ, മങ്കൂസ്, എന്താ പറയാ, ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ബർസഞ്ചി ഒക്കെ അങ്ങനെ, ജാല മുഹമ്മദ്, ഇങ്ങനെ ഇതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. അതിനൊരു തിരക്കരെ പറ്റിയ വലിയ ആ കാലഘട്ടത്തിലെ വലിയ ആളുകൾ അവർ രചിച്ച്, അക്കാലത്തെ വലിയ ആളുകളെ കാണിച്ച് അങ്ങനെയൊക്കെ വ്യവസ്ഥപ്പെടുത്തി ഉണ്ടാക്കിയ കിതാബുകളാണ് മൗലിദ് കിതാബുകളൊക്കെ. അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിന്റെ മേലൊന്നുമില്ല. അവര് സദസ്സ്, ആ സദസ്സിൽ മുഅ്മിനീങ്ങൾ കൂടിയാൽ ആരെ പറ്റി പറയണം? അതിനാണ് നമ്മൾ മൗലിദിനെ ഒരു വ്യവസ്ഥപ്പെടുത്തി. മങ്കൂസ് നബിന്റെ കാലത്തുണ്ടോ? അതിനെന്ത് വായനയുള്ളത്? നബിന്റെ കാലത്ത് ഉമ്മുണ്ട്. ഉമ്മ കിതാബുണ്ട്. ഷാഫി ഇമാമിന്റെ കിതാബാണ് ഉമ്മ. നബിന്റെ കാലത്ത് ഉമ്മുണ്ടോ? ഹനഫി ഇമാമിന്റെ കിതാബാണ്. അതേപോലെ കിതാബ് ഹിദായ നബിന്റെ കാലത്തുണ്ടോ? എന്താ ഇതിനൊക്കെ വായന?
ഒരാൾ മങ്കൂസിനെ പറ്റി ചോദിക്കുക, മങ്കൂസോ അത് നബിൻ്റെ കാലത്തുണ്ടോ? നബിൻ്റെ കാലത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ, നബിനെ ഒരു മുന്നില്ലേ. സിദ്ദീഖുലൊക്കെ പറഞ്ഞ കാലത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. സിദ്ദീഖുലൊക്കെ പറഞ്ഞ ഒപ്പം ഇരിക്കണമല്ലൊക്കെ നബിനെ കണ്ടവരല്ലേ. നബിനെ പറയാതെ ഒരു സ്ഥലത്തിൽ എണീറ്റൂല. താബിഈങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്തവരുണ്ട്, അന്നുണ്ടായിക്കൊള്ളുന്നില്ല. പിൽക്കാലഘട്ടത്തിൽ ഓരോരുത്തർ തോന്നിയത് പറയുമെന്ന് വരുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ ഈ മുസാഫ് ഉണ്ടല്ലോ, ഇന്ന് നമ്മളെ ഈ മുസാഫിനെ നബിൻ്റെ കാലത്തുണ്ടോ? പറയുന്നായി ഉണ്ടോ? ഇല്ല. നബിയുടെ മുന്നിലില്ലേ. പിന്നെ അത് കിതാബിൽ വരുന്നത് സിദ്ദീഖുലൊക്കെ പറഞ്ഞ കാലത്താണ്. അതിനും കാരണം ഉണ്ടായതുകൊണ്ടാണ്. യമാമ യുദ്ധത്തിൽ ഹാഫിളീങ്ങളായ 600ഓളം സ്വഹാബികൾ മരണപ്പെട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കിതാബാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ആക്കൂല. ആക്കണമെങ്കിൽ നബി ആക്കണല്ലോ, ഞാൻ ആക്കൂല. കൈഫ നഫ്അലുഹു വലം യഫ്അലുഹു റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് ചെയ്യാത്ത ഞാൻ ചെയ്യൂല. വേറെ ആളെ നോക്ക്, എന്നെ കിട്ടൂല. അപ്പോൾ പറഞ്ഞു, വല്ലാഹി അതാ ഖൈർ. നബി കണ്ടിട്ടുണ്ട്, നബി ചെയ്തിട്ടുണ്ട്, നബി ഒരു പെരിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നബി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വല്ലാഹി അതാ ഖൈർ, അതിൽ ഖൈറാണ്. ഖൈർ ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അതാത് സമയത്ത് ഖൈർ നോക്കി നിങ്ങൾ ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അള്ളാഹു റസൂലും ചെയ്തോ ചെയ്തില്ലെന്ന് അപ്പം നോക്കരുത്. അതാത് സമയത്തെ ഈ അടിസ്ഥാന നിയമങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതാത് കാലത്തെ ഖൈർ നിങ്ങൾ ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ലേ, അള്ളാഹിന്റെ കിതാബിലില്ലേ, ഖുർആനിൽ വല്ലാഹി അതാ ഖൈർ, വല്ലാഹി അതാ ഖൈർ എന്ന് പറയാം. ഉമർ ഇബ്നു ഖത്താബിന്റെ തെളിവെന്താ? വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് ഖുർആനിലുണ്ട്. ഖൈർ ചെയ്യണം, അപ്പോൾ ആലോചിച്ച് ചെയ്യണം. അത് അള്ളാഹു റസൂൽ ചെയ്തിട്ടില്ല എന്നാണോ ഇരിക്കരുത്. അത് അന്നത്തെ ഖൈറായിരിക്കും, അത് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ നിയമത്തിനെതിരുമല്ല, നിങ്ങളുടെ നിയമത്തിനെതിരല്ലാത്ത അതാത് കാലഘട്ടത്തിലെ ഖൈർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, വിജയിക്കാനും കഴിയില്ല. മനസ്സിലായില്ലേ? തർക്കിച്ചു, രണ്ടാളും തർക്കിച്ചു. ആരെ തർക്കിക്കണം? സിദ്ദീഖുൽ അക്ബറും തങ്ങളും റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവസാനം സിദ്ദീഖ് അക്ബർ തോറ്റു. ഖലീഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രതിനിധി സയ്യിദുനാ സിദ്ദീഖ് തോറ്റു. ആരുടെ മുന്നിൽ? പിന്നീട് അവർ പറഞ്ഞു, അല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്റ ഉമർ. ഉമറിന്റെ മനസ്സിനാണ് ആദ്യം അല്ലാഹു വെളിച്ചം കൊടുത്തത്. പിന്നെ ഉമറിനെ എനിക്ക് കിട്ടി. ഞാൻ ഉമറിനെ വളരെ ബുദ്ധിമുട്ടിച്ചു, പക്ഷെ അതാണ് സത്യം പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ മനസ്സൊക്കെ ഇത് വരാൻ കുറച്ച് നേരം വൈകി. പക്ഷെ എൻ്റെ ഉമറിന്റെ മനസ്സിലേക്ക് അല്ലാഹു ആദ്യം കൊടുത്തു. എങ്ങനെയുണ്ട്? അവിടെ രണ്ടാമനെ പ്രശംസിക്കുക, ഒന്നാമൻ ഇത് ചെയ്യേണ്ടതാന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഉമറ പറഞ്ഞു കൊടുത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആദ്യം കുറെ വാശി പിടിച്ചു, പക്ഷെ എനിക്ക് മനസ്സിലായി എന്ത് ഉമറ പറഞ്ഞതാണ് ശരി. എങ്ങനെയുണ്ട്? ഇതാണ് ദീന്. അതുകൊണ്ട് കിതാബുണ്ടാക്കി, അമ്മസാനുണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഉണ്ട്. അന്ന് സ്വഹാബികൾ ഓതിയ വള്ളി പുള്ളില്ലാതെ അന്ന് നമുക്ക് വള്ളി പുള്ളി കൃത്യമാണ്. പിന്നീട് മുസാഫ് ആക്കിയതിന് ശേഷം ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. എന്ത്? ഹർക്കത്തും വള്ളിയും പുള്ളിയില്ലായിരുന്നു. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ റസൂൽ ഓതി കൊടുത്തത് കേട്ടവരും പഠിച്ചവരും അങ്ങനെ പഠിച്ചു. അദർബൈജാനിലേക്ക് പോയ ഒരു സംഘം സഹാബികൾ ഇറാഖിൽ നിന്ന് വന്ന പട്ടാളക്കാരുടെ ഓത്ത് കേട്ട് അത്ഭുതപ്പെട്ടുപോയി. ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് അങ്ങനെ സ്വഹാബി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. അവർ ഇറാഖിൽ നിന്ന് വന്ന ചില ആളുകളെ വിചിത്രമായ ഓത്തുകൾ, അച്ഛനൊക്കെ തന്നെ, പക്ഷെ അവരെ ഓത്ത് വിചിത്രമാണ്. നമ്മൾ ഫത്തുകളോർത്തവർക്ക് ഗസറാണ്, നമ്മളെ ഗസറിലോർത്തവർക്ക് ലമ്മാണ്. ഇത് കണ്ടപ്പോൾ അവരത്ഭുതപ്പെട്ടു. മിനൈന വെച്ച് നിങ്ങൾ ഇവിടുന്ന് യൂതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ അതിൽ അത് പറ്റൂല, ഇത് റസൂൽ അങ്ങ് പഠിപ്പിച്ച ഓത്തല്ല. അപ്പോൾ ഉസ്മാൻ ഒന്നാം ഖലീഫയാണ് ഇത് ഇങ്ങനെയാക്കി. ഒന്നാം ഖലീഫന്റെ കാലത്ത് അത് അങ്ങനെ മതി, രണ്ടാം ഖലീഫന്റെ കാലത്തും അങ്ങനെ മതി. മൂന്നാം ഖലീഫന്റെ കാലത്തായത്തോടെ മക്കയും മദീനയും മാത്രമൊന്നുമല്ല, പല രാജ്യങ്ങളിലേക്കും എന്തായി ഇസ്ലാം വ്യാപിച്ചു. ഒരു കോലിക്ക് തോന്നിയ മാതിരി ഓതാൻ തുടങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു കത്തയച്ചു ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖലീഫ, അതിരിക്ക് ഹാദിഹിൽ ഉമ്മ ഖബ്ല അൻ യഖ്തലിഫു ഫിൽ ഖുർആൻ. ഖുർആനിൽ വിചിത്രമാകുന്ന പല സൈസ് ഓത്തുകൾ
അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത പലതരം ഇഖ്തിലാഫാത്തുകൾ ഓത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തണം. വേഗം നിങ്ങൾ ഹറക്കത്തും വെള്ളിയും പുള്ളി ഉണ്ടാക്കി. എങ്ങനെയാണോ മുത്ത റസൂൽ നമ്മളെ ഓതി പഠിപ്പിച്ചത് അങ്ങനെ ഓതി ഇല്ലെങ്കിൽ സമുദായം ഖുർആൻ നഷ്ടപ്പെടും. അന്ന് ഉണ്ടാക്കിയതാണ്. അതിനാണ് ഇപ്പോഴും ഇതിന് എന്ത് പേര്? റസ്മുൽ ഉസ്മാനി. ആ വരിയും കുറിയും പുള്ളിയും വള്ളിയും ഒക്കെ ആരുണ്ടാക്കിയതാണ്? ഉസ്മാൻ അഫ്ഫാന്റെ കാലത്താണ്. അവരാരാ? ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താണ്. മുസ്തഫ റസൂലുള്ളാഹി റഅയ്തു ഫീ ബാബിൽ ജന്ന മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ. ഉസ്മാന്റെ പേരുള്ള ഗേറ്റ് പോലും എവിടെ ഉണ്ട്? സൂറത്തിലുണ്ട്. ആ സ്വഹാബികൾ എല്ലാം അംഗീകരിച്ചു. അതാണ് മുസാഫ്. മനസ്സിലായോ പറഞ്ഞത്? ഇതിനൊക്കെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? വളരെ എന്തും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിനെ ഖൈർ ജനങ്ങൾ ചെയ്തു. ജനങ്ങൾ ഭിന്നിക്കുന്നതിന് മുമ്പ് ഖുർആനെ ഇക്വലത്തിലാക്കി. ഇല്ലാത്ത തോന്നിയാസം വിളിച്ചു പറയും നബിൻ്റെ പേരിൽ. അതിന് മൗലൂദ് കിതാബുകൾ വന്നു. പിന്നെ തുടർന്ന് വേറെ കിതാബുകൾ വന്നു. അവയൊക്കെ കൃത്യത ഉണ്ട്. ഇപ്പം നമ്മളെ മങ്കൂസ് മൗലൂദ് 500 കൊല്ലം ഉണ്ടാക്കിയതാണ് ലഭ്യമായ ചരിത്രപ്രകാരം. അപ്പം അത് നമ്മൾ അവരോതിയനെ നമ്മൾ ഓതുന്നത്, അവർ പറഞ്ഞതിനെ നമ്മൾ പറയുന്നത് മുസ്തഫ നബിയെ പറ്റി. ഞാൻ വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരോതിയ കൃത്യമാണ്, ഒരു കൃത്യമാണ്. ഞാൻ ഒന്നും കൂട്ടേണ്ടതില്ല. മനസ്സിലായോ? അത് നമ്മൾ വാപ്പോതിയതും കണ്യത്തോതിയതും ഷംസുലും ഒക്കെ തന്നെയാണ്. കുത്തുബ് ഓതിയത് അങ്ങനെയാണ്. ബാഫക്തങ്ങൾ ഓതിയതാണ്. പൂക്കത്തങ്ങൾ ഓതിയത് തന്നെയാണ്. അല്ല പൂക്കത്തങ്ങൾക്ക് കിട്ടിയ പൂക്കത്തങ്ങളുടെ ഇവരെ പറ്റി പറഞ്ഞു. കിതാബൊന്നുമില്ല. ഞമ്മക്ക് കിട്ടിയ നമുക്ക് പറഞ്ഞാൽ അവർക്ക് തെറ്റും, ഞമ്മക്ക് വേക്കും. മനസ്സിലായോ? 500 കൊല്ലാണ് അത്. ബുർദ അതിൻ്റെ മുമ്പാണ്. ബുർദക്ക് 800 കൊല്ലായി. 800 കൊല്ലത്തിലേറിയായി ബുർദ. അങ്ങനെ എത്രയോ കിതാബുകളുണ്ടാവും. എന്റെ എല്ലാം ഒന്നാണ്. مزجت دمعا جرى من مقلة بدمي مولاي صل وسلم دائما أبدا الخلق كلهم. എല്ലാം ഒന്ന്. അതാണ് ഒരു തവള്. അതതിൻ്റെ അതിൻ്റെ പിന്നാലത്തില്ല. ഇതൊക്കെ വർത്താനങ്ങൾ പറഞ്ഞ് നടക്കന്നെ. അതൊക്കെ പറഞ്ഞ് നടക്കുക. ചില ആളുകൾ പറയാ മൗലൂദ് ഓതുകയെന്ന്. ചില ആളുകൾ ഖുർആൻ ഓതുക. ഖുർആൻ ഓതിയ മൗലൂദായി എന്നാ അവർ വിചാരിക്കുന്നത്. കളിയാക്കുക ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഒരു തബ്ലീഗുകാരൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രാവിലെ എണീറ്റാൽ 1 മണിക്കൂർ മൗലൂദ് ഓതും, പിന്നെയാണ് പുറത്ത് പോരുള്ളൂ. അപ്പം കളിയാക്കുകയാണ്. ഖുർആനോദലാണ്. മൗലൂദ് വേറെ ഓതണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അത് നീ റസൂലുള്ളാഹിന്റെ മദ്ഹ് നിലക്കല്ല ഓതുന്നത്. അവിടേക്ക് എത്തിയാൽ അത് മതിയാവും ചെയ്യും. ഓരോ ഹറഫിലും റസൂലുള്ളാഹിന്റെ മൗലിദ് കണ്ടുപിടിക്കാൻ അതിന് കഴിയും. അവിടേക്ക് ചെത്തിയാൽ നിനക്കത് മതി. പക്ഷെ അവിടേക്ക് ചെത്തിക്കില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ വേറെ തന്നെ പറയണം. എന്നാൽ അതേ കൂട്ടത്തിൽ തന്നെ മുൻഗാമികളായ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു പോയതാണ്. കാഞ്ഞാർ മൂസ മൗലാന എന്നൊരാളുണ്ടായിരുന്നു. തബ്ലീഗിന്റെ ഒരു ആദ്യകാലത്താണ്. ആ മനുഷ്യൻ ഇന്നത്തെ തബ്ലീഗിന്റെ രീതിക്കാരനായിരുന്നില്ല. പോത്തറുത്തിട്ടാണ് വീട്ടിൽ മൗലിദ് ഉണ്ടാക്കുക. റബീഉൽ അവ്വൽ പോത്തറുത്തിട്ട് വീട്ടിൽ മൗലിദ് ഉണ്ടാക്കും ആ മനുഷ്യൻ. അവിടെ നിന്നൊക്കെ പോയി. എന്തുകൊണ്ട്? വഹാബിയത്തിലൊക്കെ കയറിക്കൂടി. ഇനി മെല്ലെ മെല്ലെ നമ്മളിലും കയറിക്കൂടും. നീ നമുക്ക് മെല്ലെ 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 ഇതൊക്കെ പോവും. മൗലൂദിന്റെ സദസ്സിലിരുന്ന ഒരു മുസ്ലിയാര് ആ മഹലിലെ മുദരീസുമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഓതില്ല. പിന്നെന്തിനു വന്നു? ബാക്കവിയോ ഞാൻ കുറ്റം പറയല്ല. എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഒന്നും അസ്ലിം മനുഷ്യൻ മനസ്സിലാക്കിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാറ്റത്തെക്കാൾ വലിയൊരു മാറ്റം ഇല്ല. ഒന്നുമില്ല. ഞാൻ എൻ്റെ മേലെ ഒന്നും റസൂലുള്ളാഹി എൻ്റെ മേലെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ ഒരു നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, സക്കാത്തില്ല. എന്തിനാ സക്കാത്ത്? സ്വല്ലി അലൈഹിം, അവരുടെ മേൽ അങ്ങ് ദുആ ചെയ്യും. എന്തിനാ സക്കാത്ത്? സക്കാത്ത് കഴിഞ്ഞാൽ റസൂൽ എടുത്ത് വാങ്ങിയ റസൂൽ ദുആ ചെയ്യും. അത് അടിസ്ഥാനം. ഇന്നിപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മൗലൂദ് ഓതും. എന്തേ? അത് അള്ളാഹിൻ്റെ മനസ്സിലായില്ല.
അത് അള്ളാഹിന്റെ ഹബീബിനെ സന്തോഷിപ്പിച്ചു. നമ്മൾ സക്കാത്തൊരു സദഖ കൊടുത്താൽ, മനസ്സിലായില്ലേ? ഞാൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വുളൂഇന്റെ ശേഷമുള്ള ദുആ പഠിപ്പിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന് വിലയില്ല. അപ്പോൾ നിനക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ നിനക്ക് തുറന്നു കിട്ടും. അതേമാതിരി അടക്കും ചെയ്യും. എന്ത് പറഞ്ഞെങ്കിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ദുആ അവിടെ നിൽക്കും. ഹത്താ തുസല്ലി അലാ നബിയിക. ഞാൻ എന്താ പറയുള്ളത്? നീ ദുആ ചെയ്താൽ ദുആ അവിടെ വിടും, പക്ഷെ എവിടുക്കൂല, അള്ളാഹ് എടുത്തൂല. ദുആകളെല്ലാം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ പിടിച്ചു നിർത്തപ്പെടും. നബിയുടെ മേൽ നീ അതിന്റെ പേര് തലത്തിൽ, പിന്നെ എപ്പോഴെങ്കിലും തലത്തിൽ പറഞ്ഞു. മനസ്സിലായോ? അതിന്റെ പേര് തലത്തിരണം. വേറെ ഏതോ നേരത്തെ തലത്തിലേ പോരാ. ഞാൻ ഏത് ദുആക്കും സലാത്തിലുണ്ട്. എനിക്ക് പേടിയാ എന്നുള്ളത് അവിടെ കിടക്കും. ഇതാണ് റസൂൽ പറഞ്ഞത്. പിന്നെ തലത്തിൽ കാര്യമില്ല. ഇത് തിരക്കാണ്, 4 സ്ഥലത്തിലും. എന്തുകൊണ്ട് അവിടെ കിടക്കും? കാരണം ഈ ദുആന്റെ മേൽ, ഈ ദുആ ആർക്കുള്ളതാണ്? ആരോടുള്ളതാ? അള്ളാഹിനോടുള്ളതാ. പക്ഷെ ആരേൽ കൂടണം? നബി കൂടണം. നബി കൂടെ അല്ലാതെ ഇവിടെ എന്ത് ചെയ്തു? ഒരാൾ അമേരിക്കൻ പ്രസിഡന്റിന് എന്ത് ചെയ്തു? ഇനി അമേരിക്കക്ക് കയറ്റണം എന്നാണ് കത്തെഴുതിയാൽ ഇത് കാര്യമോ? അതിവിടെ അംബാസഡർ, ആ ലെറ്റർ, അംബാസഡർ ലെറ്ററോട് കൂടി നേരെ അമേരിക്കൻ സെനറ്റിലേക്ക് പോയാൽ എനിക്ക് അനുവദിക്കും. ഓക്കെ, സഫീർ അറിയും, അംബാസഡർ അറിയും. അംബാസഡർ അറിയാത്ത കത്തുണ്ടാവില്ല, അല്ലേ? പറ. അതന്നെയാ. അള്ളാഹുവിന്റെ ഹബീബ് അറിയാതെ ഒരു ദുആ മേലക്ക് പോയാൽ മേലെത്തൂല. പിടിച്ചു നിർത്തപ്പെടും. ബൈനസ്സമാഇ വൽ അർളി. ആകാശത്തിന്റെ അതിന് കുറച്ച് മലക്കുകളുണ്ട്. എവിടേക്ക് പോണ്? സ്വലാത്തില്ലല്ലോ, നടന്നോട്ടെ. അതവിടെ അങ്ങനെ കെട്ടി കിടക്കും. നീക്ക് എന്ത് കയറ്റണം? സ്വലാത്ത് കയറ്റണം, അല്ല നീ അവിടെ കിടക്കും. എന്താ പറയുന്നത്? ദുആ എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആയാണ് എന്ത്? ഇബാദത്ത്. അദ്ദുആഉ മുഖുൽ ഇബാദ. ആരാധന മജ്ജാണ് ദുആയാണ്. അത്രയും വലിയ വെയിറ്റുള്ള സാധനമാണ് എന്ത്? പക്ഷെ കയറൂല. അദ്ദുആഉ മൗഖൂഫുൻ ബൈനസ്സമാഇ വൽ അർളി ഹത്താ തുസല്ലിയ അലാ നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് ലൈലത്തുൽ ഖദ്ർ ആയാലും ഞാൻ വഡ്ഡി റസൂൽ തന്നെയാണ്. ഒന്നും ഞാൻ മേലില്ല. ലൈലത്തുൽ ഖദ്റിനേക്കാൾ വലിയ റസൂലാണ്. ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല, ആണ് അള്ളാഹിന്റെ കലാം തന്നെയാണ്. പക്ഷെ നിനക്ക് കിട്ടണമെങ്കിൽ ജാലിലൂടെ കയറണം, നബിയിലൂടെ കയറണം. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. അതിൻ്റെ അപ്പുറത്താണ് എന്ത്? നബിയുള്ളത്. ഖുർആൻ നിനക്ക് കിട്ടുന്നതിൻ്റെ അപ്പുറത്താണ് നബിയുള്ളത്. നബിയെ പരിഗണിക്കാതെ ഖുർആനിലേക്ക് കയറി നിനക്കതുകൊണ്ട് ഒരു ഉപകാരം കിട്ടൂല. നബിയെ പരിഗണിച്ചത് ബിസ്മി ഇല്ലാൽ അള്ളാഹിന്റെ അടിമയാവും. ബിസ്മി ഇല്ലേ മതി, അള്ളാഹിന്റെ അടിമയാവും. പക്ഷെ നബിയെ പരിഗണിക്കണം. എന്തും ഇനി അതിൻ്റെ മേലെ പറയാനില്ല.